ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി BS6 മോഡലാണ്. അപ്പോൾ നമ്മൾ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്, ജനറൽ സർവീസായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതുമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിടണം. ബാക്കിലെ ബ്രേക്സ് ഒന്നും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗമൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അതുപോലെ ഗിയർ ബോക്സിൻ്റെ ഈ സൈഡ് ലീക്ക് പറഞ്ഞായിരുന്നു, അപ്പോൾ ആ ഗിയർ ബോക്സിൻ്റെ സൈഡ് നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ ഭാഗങ്ങൾ ഫുള്ളായിട്ട് അയച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ഓയിൽ സീലും മാറണം. അതുപോലെ ഈ ഓയിൽ സീലും അതിൻ്റെ ഉള്ളിൽ വരുന്ന ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങും മാറ്റണം. ഓയിൽ സീലും ബെയറിങ്ങും മാറ്റണം, എന്നാലാണ് അത് ക്ലിയർ ആവുള്ളൂ, ആ ഓയിലേക്ക് ക്ലിയർ ആവുള്ളൂ. അതേപോലെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ഓയിൽ വരും, അതൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ആക്കാൻ. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ച് ഓട്ടോ ക്ലച്ചിൻ്റെ ചുറ്റൊന്നും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, നമുക്ക് അതിനെ ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ വേരിയൻ്റ് ബോഡി റോളർ വെയിറ്റ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ബെൽറ്റ് ആയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല, ബെൽറ്റ് നല്ല ബെൽറ്റാണ്, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല, എയർ ഫിൽറ്റർ നല്ല ഫിൽറ്ററാണ്, അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ അതിൻ്റെ പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല, പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടോ. പിന്നെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി നമ്മൾ ഓൾറെഡി സെൽഫിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിരുന്നു, അപ്പോൾ നമ്മൾ ബാറ്ററി കൂടി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാറ്ററി ഒക്കെ ചെക്ക് ചെയ്ത് പോകും. അപ്പോൾ വണ്ടിയിലിരിക്കുന്ന ബാറ്ററിയും എൻ്റെ വന്നപ്പോഴുള്ള ബാറ്ററിയാണ്, എക്സൈഡ് പറഞ്ഞൊരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അതുപോലെ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.62 ആണ് നിലവിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ആണ്, നിലവിൽ ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ബാറ്ററിയുടെയാണ്. അപ്പോൾ ബാറ്ററി മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ക്ലിയർ ആവുള്ളൂ കേട്ടോ. ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിളായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അപ്പോൾ ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് അയക്കാത്തത്, അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ഫ്രണ്ടിൽ നിന്നൊരു സൗണ്ടൊക്കെ വന്നതാണ്, അത് ഈ പാനലിൻ്റെ ഇവിടുത്തെ ഒരു സ്ക്രൂ ലൂസായിട്ട് അടിക്കുന്ന സൗണ്ടാണത്. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് അതൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഓയിൽ നല്ല ഓയിലായിരുന്നു, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഓയിലിന്. ഓയിലും നല്ല ഓയിലാണ്, നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓയിൽ നമ്മൾ മാറ്റുന്നില്ല. ഓക്കെ. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. ഗിയർ ബോക്സ്, ബാറ്ററി അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം, ബാറ്ററി കൂടെ ഉൾപ്പെടുത്താം. ബാറ്ററി കൂടി അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.